ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ആൻഡ് ഫ്ലിക്സ്. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ബാസ്ക്കറ്റ് ബോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമിയെ പറ്റിയാണ്. നിങ്ങൾ ഹൈക്യൂ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹൈക്യൂ ആ ഒരു ഏത് ജനറാണോ അതേപോലത്തെ സെയിം ഒരു ടീനേജ് സ്പോർട്സ് ഡ്രാമ ആ ഒരു ജനറിൽ വരുന്ന ഒരു ആനിമിയാണിത്. വേറൊന്നുമല്ല, കുറോക്കോസ് നോ ബാസ്ക്കറ്റ്. കുറോക്കോസ് ബാസ്ക്കറ്റ് എന്നുണ്ട് ഇതിൻ്റെ വേറൊരു പേരായിട്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ യോജിപ്പില്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. അതെന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയുക. നേരെ റിവ്യൂയിലോട്ട് കിടക്കാം. ടോക്കിയോ ബേസ്ഡ് ആയിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവിടെ ടേക്കോ എന്ന് പറയുന്നൊരു മിഡിൽ സ്കൂളുണ്ട്. ആ മിഡിൽ സ്കൂളിൽ അവിടുത്തെ ബാസ്ക്കറ്റ്ബോൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്ത കുറച്ച് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ കഥ. ആ ഒരു കഥയിലാണ് ഈ കഥ മൊത്തം ബേസ്ഡായിട്ട് പോയിരിക്കുന്നത്. ആ 5 പ്ലേയേഴ്സ് അവിടുത്തെ ബാസ്ക്കറ്റ്ബോൾ മിഡിൽ സ്കൂളിലെ ബാസ്ക്കറ്റ്ബോളിലെ പ്രൊഡിജീസ് ആവുന്ന ആ 5 പേരെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണിത്. ഈ 5 പേരല്ലാണ്ട് ഈ ടേക്കോയിൽ ഒരു 6-മൻ ഉണ്ടായിരുന്നു, ഒരു ഫാൻറ്റം 6 മാൻ. ഈ 5 പേരുടെയും സ്കിൽ ലെവൽസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലുള്ള ഒരു പ്ലെയർ. അയാൾ പ്ലേയിങ് സ്റ്റൈൽ മാത്രമല്ല അയാൾ ഡിഫറെൻറ്റ്, അയാളുടെ ആശയങ്ങളും അയാളുടെ ബാസ്ക്കറ്റ്ബോളിനെ പറ്റിയുള്ള അവൻ്റെ ആശയങ്ങളും ഭയങ്കര ഇവരിൽ നിന്ന് വിപരീതമായിരുന്നു. അവൻ്റെ ആ ഒരു കഥയാണ് ഈ കുറോക്കോസ് ബാസ്ക്കറ്റ്. ആ ക്യാരക്ടറിൻ്റെ പേരാണ് ടെറ്റ്സുയ കുറോക്കോ. അങ്ങനെ നമ്മുടെ മിഡിൽ സ്കൂളൊക്കെ കഴിയുമ്പോഴേക്കും ഈ 5 പേരുണ്ടല്ലോ, ഈ പ്രൊഡിജീസ്, ഇവരെ മിഡിൽ സ്കൂളിലെ തന്നെ ബീസ്റ്റ് എന്ന് പറയുന്നത് ഇവരെ മനസ്സിലായോ. ഇവരെ പ്ലേയിങ് സ്റ്റൈൽ വെച്ച് ബാക്കിയുള്ള തകർത്ത് എറിഞ്ഞുകൊണ്ട് പോകുന്നൊരു പ്ലേയിങ് സ്റ്റൈൽ. ഇവരെ എത്ര വലിയ ടീമൊന്നുമില്ല, എത്ര ചെറിയ ടീമൊന്നുമില്ല, അവരെ മെൻ്റലിയും ഫിസിക്കലിയും നശിപ്പിച്ച് മീൻസ് അവരൊരു 20 പോയിൻ്റൊക്കെ എരി കൊടുക്കുന്നത്. ഇവന്മാർ ഒരു 100 പോയിൻറ്റും 120ഉം അവന്മാരെ നശിപ്പിച്ചാണ് ഇവന്മാരെ ജയം മൊത്തം. മനസ്സിലായോ. ഇവരുടെ സ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയും പുലിയും തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട്, അതുപോലത്തെ ഡിഫറൻസ്. ഇവരും നോർമൽ പ്ലേയേഴ്സോടുള്ള ഡിഫറൻസ്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഇവരെ ഈ മീഡിയസും ഈ ടോക്കിയോയിലെ ലോക്കൽസും എല്ലാവരും മീൻസ് ഈ ടോക്കിയോയിലെ അവരുള്ള പീപ്പിൾസും ഈ മീഡിയാസും ഈ ബാസ്ക്കറ്റ് ബോളിൽ കളിക്കുന്നവരും എല്ലാവരും ഇവരെ ജനറേഷൻ ഓഫ് മിറാക്കിൾസ് എന്ന് വിളിക്കാൻ തുടങ്ങി. 5 പേരെ. അതിൽ നമ്മുടെ 6-മനാണ് ഈ കുറോക്കോ, ഫാൻറ്റം 6 മാൻ. ഈ കുറോക്കോ ഇങ്ങനെ ഉള്ളത് തന്നെ ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയാവുള്ളൂ. അതൊരു റൂമറായിട്ടാണ് എല്ലാവരും കണക്കാക്കിക്കൊണ്ടിരിച്ചു, ഇങ്ങനെ ഒരു ഫാൻറ്റം 6 മാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ മിഡിൽ സ്കൂളൊക്കെ കഴിയുമ്പോഴേക്ക് ഈ 6 പേരുണ്ടല്ലോ, ഈ ജനറേഷൻ ഓഫ് മിറാക്കിൾസും, ഇവർ 6 പേരും ഇവരുടെ സ്കിൽ സെറ്റ് തന്നെ ഡിഫറൻറ്റായി. ഇവർക്ക് തന്നെ മനസ്സിലാവും ഒരു ടൈം കഴിയുമ്പോഴേക്ക് ഇവർക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ 6 പേരും തീരുമാനിക്കും. ഇവർ 6 പേരും 6 ക്ലബ്ബുകളിൽ പോയി ഇവർക്കെതിരെ തന്നെ മീൻസ് ഈ തമ്മിൽ തന്നെ ഇവർ ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇവർ 6 പേരും 6 സ്കൂളിൽ പോകുന്നത്. അങ്ങനെ ഈ കുറോക്കോ പോകുന്ന സ്കൂളാണ് സെയിർ. ഈ സെയിറിൻ്റെ കഥയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. ഈ സെയിറിനെ കുറോക്കോ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്, ഇവർ ഭാവിയിൽ ഈ ജനറേഷൻ ഓഫ് മിറാക്കിൾസ് എതിരെ വരുമ്പോൾ ഇവരുടെ ഈ പ്രൊഡിജീസ് ഉണ്ടല്ലോ, ഇവരെ എങ്ങനെ ഫേസ് ചെയ്യും, ഇവരുള്ള ഈ ടീമിനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറോക്കോനേക്കാളും സ്ട്രോങ്ങറായിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാവരും. കുറോക്കോ അതിൽ വീക്കസ്റ്റാന്ന് പറയുന്ന ഒരു സെറ്റപ്പൊക്കെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക്. പക്ഷേ കുറോക്കോയുടെ സ്കിൽ സെറ്റും ആ പവറപ്പൊക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നതാണ്. നിങ്ങൾക്കിങ്ങനെ പ്യുവർ ഗൂസ് ബംസ് വരും ഈ സാധനം കാണാൻ നേരത്ത്. കുറോക്കോയുടെ ആ പവറപ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറോക്കോയുടെ കുറേ സ്പെഷ്യൽ മൂവൊക്കെ നിങ്ങൾ കാണുമ്പോഴേക്കും നിങ്ങളിങ്ങനെ മാറി. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറുണ്ട് ഈ സെയിറിൽ. ഈ കുറോക്കോയുടെ ടീമിൽ വരുന്നൊരു കുറോക്കോയുടെ ലാസ്റ്റ് ഏകദേശം അവർ ബഡ്ഡി ആകുന്നൊരു ക്യാരക്ടറുണ്ട്. അവന് ബെസ്റ്റ് ഫ്രണ്ട് ആകുന്ന ഒരു ക്യാരക്ടറുണ്ട്. അവൻ്റെ പേരാണ് ടൈഗ കാഗമി. ഈ ക്യാരക്ടറിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചാൽ ടൈഗ കാഗമി. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടറാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും കിട്ടില്ലെന്നൊരു കളിയാണ് കളിക്കുന്നത്. ഈ ജനറേഷൻ ഓഫ് മിറാക്കിൾസ് ഉണ്ടല്ലോ, അവരുമായിട്ട് വെറുതെ കട്ടൊക്കെ നിന്ന് കളിക്കുന്നൊരു കളിയാണ് കളിക്കുന്നത്. അവനാണ് കുറേയൊക്കെ ഇവരെ ക്യാരി ചെയ്ത് മുന്നോട്ട് നാഷണലിലേക്ക് നയിക്കുന്നത് തന്നെ അവനാണ്. അവൻ്റെ ഒരു കളി തന്നെയാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അവൻ്റെ ഒരു പവറപ്പൊക്കെ ഉണ്ട്, അതൊക്കെ വിഷയമാണ്. ഒരു ടൈം കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇനി ഇവനാണോ മെയിൻ ക്യാരക്ടർ, അപ്പോൾ കുറോക്കോ അല്ലേ ഇവനാണോ മെയിൻ ക്യാരക്ടർ. അങ്ങനെയാണ് അവൻ ആ കഥയെ സെയിറിനെന്ന് പറയുന്ന ടീമിനെയും ക്യാരി ചെയ്ത് കൊണ്ടുവന്നത്. നിങ്ങളെന്തായാലും അവനെ ആ പേരൊന്ന് ഓർത്ത് വെച്ചോ, ടൈഗ കാഗമി. അവൻ US നിന്ന് ട്രാൻസ്ഫർ കിട്ടി വരുന്ന ട്രാൻസ്ഫർ സ്റ്റുഡൻ്റാണ്. പിന്നീട് അങ്ങോട്ട് കുറോക്കോയും കാഗമിയും പിന്നെ ഹ്യൂഗയും അങ്ങനെ അവരുടേതായ ടെപ്പയും അങ്ങനെ അവരുടേതായ ഒരു ആ സെയിറിൻ്റെ കഥയാണ് പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ബിലോ എന്താണ് പറയുക, ഈ
താഴേന്ന് അവരുടെ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നൊരു കുതിച്ചാട്ടം നിങ്ങളിനി കാണാൻ പോകുന്നത് ഈ ആനിമി മൊത്തം. നിങ്ങൾ ഞാൻ പറയാം, ഇത് പീക്ക് ആനിമി എന്ന് പറഞ്ഞാൽ പീക്ക് ആനിമയാണ്. ഇത് അധികം ആരും കാണാത്തതുകൊണ്ടാണ് കുറേ പേരൊക്കെ ഇത് മിസ് ഔട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഹൈക്യൂനേക്കാളും വാഴ്ത്തപ്പെടേണ്ട അനിമി ഞാൻ പറയുവാണെങ്കിൽ. എൻ്റെ പേഴ്സണലി എനിക്ക് ഹൈക്യൂനേക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അനിമയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ന്യൂലി വരുന്ന ഒരാൾക്കാണെങ്കിലും പക്ക നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം ഈ ഒരു ആനിമി. അതുപോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊന്നും ഇല്ല, എന്നാലും അവരുടെ ആ ക്യാരക്ടർ ബിൽഡപ്പും ക്യാരക്ടറിൻ്റെ ഇൻട്രോയും ആ ഒരു ആനിമേഷനും സ്റ്റോറി ടെല്ലിങ്, ആ പേസിങ്ങും എല്ലാം പക്കയാണ്. നിങ്ങൾക്ക് ബിഞ്ചി വെച്ചെന്ന് പറയുന്നത് നശിക്കാം. ഞാൻ രണ്ടാഴ്ച പോലും എടുത്തില്ല എനിക്ക് തീർക്കാൻ. കാരണം ഞാൻ ഇവിടെ വർക്കിൻ്റെ ഇടക്കും വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ടൈമിനും എല്ലാം കണ്ടിട്ടും പെട്ടെന്ന് കണ്ടു തീർത്ത പോലെ എനിക്ക് തോന്നി. എനിക്ക് കുറച്ചുകൂടെ എപ്പിസോഡ്സ് വേണമായിരുന്നെന്ന് എനിക്ക് തോന്നി ഈ ആനിമി കണ്ടു തീർത്തപ്പോഴേക്കും. അമ്മാതിരി ഒരു പീക്ക് ഐറ്റമാണ്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഗോ ഫോർ ഇറ്റ് എന്ന് പറയത്തുള്ളൂ. വെർത്ത് വാച്ചാണ്. വെർത്ത് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ഐറ്റമാണത്. നിങ്ങൾ ഒരു തവണ ഇത് കാണേണ്ട ഐറ്റമാണത്. ഇത് മിസ് ഔട്ട് ചെയ്യുന്നവർക്ക് ഒരു പീക്ക് എക്സ്പീരിയൻസാണ് പോകുന്നത്. ഈ സ്പോർട്സ് കാറ്റഗറിയിൽ തന്നെ ഒരു പീക്ക് എക്സ്പീരിയൻസാണ് പോകുന്നത്. ഈ ഐക്യു മാത്രം കണ്ടിട്ട് ഐക്യു ആണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെല്ലാം കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആനിമിയാണ് കുറോക്കോസ് ബാസ്ക്കറ്റ്. നിങ്ങൾ ഒരു തവണ കണ്ടു നോക്കുക. ഒരു 2 എപ്പിസോഡ് ഉണ്ടാകുമ്പോൾ മതി നിങ്ങൾക്കിത് ബിഞ്ച് വാച്ച് ചെയ്യാൻ വേണ്ടി. കാരണം ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പോരത്തില്ല. അങ്ങനെ നമ്മളങ്ങനെ ഇരുന്ന് കണ്ടങ്ങ് പോകും. ഇതിൽ ഓരോ ആർക്ക് വരുമ്പോഴും ഓരോ ഈ മിറാക്കിൾസ് ഓഫ് ജനറേഷനുമായിട്ട് ഈ കുറോക്കോ ഫേസ് ഇവരുടെ ടീം ഈ സെയ്റിനുമായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റിങ്ങിന് ആനിമേഷനും ആ ഒരു പ്ലേയിങ് അതൊക്കെ നിങ്ങൾ വെറുതെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്. നമുക്ക് ചിലതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇന്ന ടീം നമ്മൾ ജയിക്കും. പക്ഷേ എന്നാലും ആ ഒരു പുതുമ ഉണ്ടാവാതെ നമ്മൾ പ്രതീക്ഷിച്ചാണ് നടക്കുന്നതെങ്കിലും അത് കാണുമ്പോൾ ഒരു പുതുമ പോലെ തന്നെയാണ്. മീൻസ് ആ ഒരു ആനിമേഷനൊക്കെ കുറച്ച് സീനായിട്ടാണ്. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാനിതിൽ 10 ഔട്ട് ഓഫ് ഒരു 9 കൊടുക്കണം. ചുമ്മാ അറിയാമല്ലോ, നിങ്ങളത് കണ്ട് നോക്കണം. ഈ ന്യൂജൻ ആനിമി കാണുന്നവർ ഇങ്ങനത്തെ ആനിമീസ് ഒന്ന് കാണണം. ഈ ബ്ലൂ ലോക്ക് കണ്ട് അടിപൊളിയാന്ന് പറയുന്നവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയത്തുള്ളൂ. ഇതെല്ലാം കണ്ടോണ്ട് ഞാൻ പറയുകയാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഈ ഒരു ആനിമി കണ്ടിട്ട്, അത് ഞാൻ ഗ്യാരണ്ടി. ആനിമേഷൻ ഒന്നും പറയാനില്ല, പീക്ക് ലെവൽ ഐറ്റമാണ്. ഒരുപാട് ഓവർ ഗ്രാഫിക്സ് കൊടുത്ത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല ഈ ബാസ്ക്കറ്റ് ബോളിന്. ഇത് ഫൈറ്റിംഗ് ഒന്നും അല്ല, ഇത് ഒരു സ്പോർട്സ് കാറ്റഗറി ഇല്ല. അപ്പോൾ അതിൽ തന്നെ കൊടുക്കുന്ന ഒരു ഡീസൻ്റ് ആനിമേഷനും ഡീസൻ്റ് സ്റ്റോറി ടെല്ലിങ്, ക്യാരക്ടർ ഡെപ്ത്ത്, ക്യാരക്ടേഴ്സ്, ആൻറ്റഗോണിസ്റ്റ്, പ്രോട്ടഗോണിസ്റ്റ് എല്ലാം ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു പീക്ക് ആനിമി അത്. നിങ്ങൾ ആരും ഇത് മിസ് ഔട്ട് ചെയ്യരുത്, പോയി കാണുക. നെറ്റ്ഫ്ലിക്സിലുണ്ട്. പിന്നെ ഈ നിങ്ങൾ ഹായ് അനിമിയോ അല്ലെങ്കിൽ അനിമിസുഖയോ അനിവാച്ചോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അതും കാണാൻ പറ്റും. ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം പറയാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഏത് അനിമി റിവ്യൂ ഉണ്ടെന്ന് കൂടെ പറയാം. ഞാൻ കണ്ടതാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും, കാണാത്തതാണെങ്കിൽ ഞാൻ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം, എല്ലാം വായിക്കാം, റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.